എന്നത്തെയും പോലെ ഇന്നും തന്നെ നമ്മൾ രാവിലെ നേരത്തെ മദ്രസോട്ട് ഓടാൻ ഇറങ്ങി. എല്ലാ ദിവസവും ഒരു 10 കുട്ടികൾ വേഗിച്ചു. ഇന്ന് ഞാനോട് വേഗിച്ചു. ഞാൻ എന്നിട്ട് ഉറങ്ങിപ്പോയി. ഓലെന്തായാലും കറക്റ്റ് ടൈമിന് സ്കൂളിൽ എത്തിക്കണം. ഇത് കണ്ടങ്ങൾ നാട്ടിലത്തെ ചിരട്ട കരിച്ചതാണ് ഇപ്പത്. ഇതിനാണ് 15 റിയാൽ. എന്താ ഇത് സംഭവം? വെറുതെ അല്ലിട്ട് നാട്ടിലൊക്കെ തേങ്ങക്ക് ഇങ്ങനെ വില കൊടുക്കുന്നത്. ചിരട്ടക്കൊക്കെ സൗദി അറേബ്യയിൽ ഇത്ര വലിയ പവർ. എല്ലാം കഴിഞ്ഞ് നമ്മള് റൂമിൽ വന്ന് എന്നത്തെയും പോലെ എന്നിട്ട് കടന്നുറങ്ങി. നന്നായിട്ടൊന്നിട്ട് ഉറങ്ങി നീച്ച് കുളിച്ചു മാറ്റി അടുത്തത് ഉച്ചക്ക് കൊണ്ടുവരാൻ പോകും. ഞാൻ ഈ സ്പ്രേ ഒക്കെ അടിക്കണാണ് നിങ്ങളെ മനസ്സിൽ തോന്നുന്നത് എന്താ ഞാൻ പറഞ്ഞു. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. വണ്ടി വെയിലെത്തിട്ട് ഉണങ്ങിക്കണം. ഇന്ന് വ്യാഴാഴ്ച കൊണ്ട് തന്നെ മദ്രസ നേരത്തെ വിടും. ഇന്ന് 1:15 മദ്രസ കഴിയും. നമ്മളെ നാട്ടിലൊക്കെ സ്കൂളില്ലാത്തത് ശനിയും ഞായറാണ്. ഇവിടെ വെള്ളിയും ശനിയാണ് മദ്രസ ഇല്ലാത്തത്. രാവിലെ നേരം പൊയ്ക്കൊണ്ട് തന്നെ കൊണ്ടുവരാനെങ്കിലും നേരത്തെ കാലത്തെ ചെല്ലട്ടെ. ഇന്ന് എന്താണെന്നറിയില്ല കേട്ടോ, മദ്രസ വിടാനായിട്ട് റോഡിനൊക്കെ ഒരു ഒഴിവുണ്ട്. മദ്രസിന് പിന്നെ ഐറ്റങ്ങളെ നേരെ കയറ്റി നേരെ തിരിച്ചു വീട്ടിൽ തന്നെ പോകുന്നത്. ഇനി എന്തായാലും കുറച്ചു നേരം റെസ്റ്റ് ആണ്. രാത്രി ആയപ്പോഴും മേഡത്തിന്റെ ഉമ്മ വിളിക്കണം ഓട്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. നഞ്ഞ ആയിക്കോട്ടെ ഞാൻ ഓട്ടം പോകും. ഈ വീട്ടിലത്തെ ഒരു ചെക്കനാട്ടോ, പാവാണ്. സുൽത്താൻ എന്നാണ് അവന്റെ പേര്. നാളെ അവന്റെ ബർത്ത്ഡേ ആണ്. ഓട്ടം എന്തായാലും വലിയ ലോങ് ഒന്നും ഉണ്ടല്ലോ. ആ ചെക്കനെ പെരി കൊണ്ടുപോയിട്ട് നേരെ ജിദ്ദ പാർക്കൊക്കെ പോകുന്നത്. അവിടെ പിന്നെ 1 മണിക്കൂർ വെയിറ്റിംഗ് ആണ്. എന്നാൽ വെയിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരെ പള്ളക്ക് പൈപ്പ് തുടങ്ങി. നമ്മള് നേരെ പോയി നമ്മള് മലപ്പുറക്കാരെ കടയിൽ പോയി 2 താമിയും വാങ്ങിപ്പോ അങ്ങനെ പിന്നെ ആ താമിയും കഴിച്ച് അങ്ങനെ വണ്ടിയിലിരുന്ന് പിന്നെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒലാത്തി നോക്കി. വെറുതെ ഇരിക്കല്ലേ, ഒന്ന് നടക്കുക. അങ്ങനെ ഇന്നത്തെ ഏകദേശം ഒരു ഒതുങ്ങിയ മട്ടുണ്ട്. എന്നാ പിന്നെ നാളെ നോക്കാം ബാക്കി.